അച്ഛൻ അവിടെ ഇരിക്കുക ഒന്നും ഇല്ലെങ്കിൽ അച്ഛന്റെ ആദ്യ ടെൻഷനും കാര്യങ്ങളും മാറ്റി അസുഖവും കാര്യങ്ങളും നിന്നോട് ഞാൻ ആള് ശരിയല്ല കേട്ടോ. എന്താ പെങ്ങടെ കല്യാണം വിളിക്കാൻ ഞാൻ അതങ്ങനെയല്ല. നമ്മൾ അങ്ങനെയാണോ ജീവിച്ചിരുന്നത്? ഞാൻ എന്റെ വീട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാണെങ്കിൽ അത് നിന്റെ വീട്ടിൽ ഒരു കൊണ്ടുതരും. നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പായസം വെച്ചാൽ എന്റെ വീട്ടിൽ കൊണ്ടുതരും. അങ്ങനെയല്ലാണോ നമ്മൾ ജീവിച്ചിരുന്നത്? എന്നെ മാത്രം കല്യാണം വിളിച്ചില്ല. ഞാൻ ആള് ശരിയല്ല കേട്ടോ. അങ്ങനെ 100 പേര് ലിസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ആ 100 പേരില് ഞാൻ പെട്ടില്ല അല്ലേ? അതേടാ വിളിക്കാൻ പറ്റായികയൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? ഞാൻ പാവം കാർന്നവരെങ്കിലും ഓർക്കണ്ടവാ. എനിക്ക് തന്നില്ലെങ്കിലും നിനക്ക് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളൂ. എടാ ഒരബദ്ധം പറ്റിപ്പോയി, നീ ഒന്ന് ക്ഷമിക്ക്. മനഃപൂർവ്വമല്ല. ആ ക്ഷമിക്കാനല്ലേ? എടാ എന്റെ വീട്ടിലും വരും ഇതുപോലെ ആവശ്യങ്ങള്. കാണിച്ചു തരാം, നീ നോക്കിക്കോ. ആരിക്കണ തണ്ടിയില്ലേ, അതിനെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും സഞ്ചയനം നടത്തി ഞാൻ. നിന്നെ ഞാൻ വിളിക്കൂല. നീ നോക്കോ, വാശിക്ക് വാശി. അതേടാ അതെന്റെ അച്ഛനായതുകൊണ്ടാണ്. നീ നോക്കിക്കോ, ഇന്നേക്ക് 10ാം ദിവസം ആയിരിക്കുന്ന കാരണവരെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും ഞാൻ സഞ്ചയനം നടത്തും. നീ അറിഞ്ഞു വരെയും വേണ്ട, നിന്നെ ഞാൻ വിളിക്കുന്നില്ല. നീ നോക്കിക്കോ. അച്ഛാ ഓടല്ലേ അച്ഛാ.